അൻവർ വീണ്ടും നിലപാട് മാറ്റി രംഗത്തെത്തി. മാഷ് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ അത് പറയുകയും ചെയ്തു കൃത്യമായി. വൈകിട്ടാവുമ്പോഴേ അറിയാവൂ കറക്റ്റ് ചിത്രം എന്താണ്. ആ ചിത്രം തെളിഞ്ഞു വന്നു. അൻവർ മത്സരിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ശത്രു VD സതീശനാണെന്ന് പറയാതെ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല നിലമ്പൂരിലെ ജനങ്ങളോടൊരു ഭീഷണിയുമുണ്ട്. എന്നെ നിങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ ഖുറാനിലെ മരണത്തിലെ കുറച്ച് വാചകങ്ങൾ കൂടി പ്രേക്ഷകരെ അല്ലെങ്കിൽ ജനങ്ങളെ, നിലമ്പൂരിലെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതായത് എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങ് തീർന്നു പോകും എന്ന് പറയാതെ പറയുക കൂടെ ചെയ്യുകയാണ്. അതായത് ഭീഷണിയുണ്ട്, ശത്രു ആരാണത് തുറന്നു പറയുന്നുണ്ട്, മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി നിലപാട് മാറ്റുമോ എന്നുള്ളത് അറിയാനും പാടില്ല. എന്താണ് അൻവർ ലക്ഷ്യം വയ്ക്കുന്നത്? ആരാണ് രാഷ്ട്രീയത്തിൽ അൻവർ? അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആരാണ് അൻവർ? അൻവറിന് എന്ത് അവകാശമാണ് മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കാൻ, അജിത് കുമാറിനെ ചീത്ത വിളിക്കാൻ, സതീശനെ ചീത്ത വിളിക്കാൻ, ഷൗക്കത്തിനെ ചീത്ത വിളിക്കാൻ? എല്ലാവരും ഇയാൾ ചീത്ത വിളിക്കും. ഇയാൾ ആരാണ്? എല്ലാം തികഞ്ഞ 100% എന്താണ് തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. താനാണ്, താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ഇയാൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയണം. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അൻവർ നിർമ്മിച്ച രാഷ്ട്രീയമല്ല. കേരളത്തിൽ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത് സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷം നവോത്ഥാന കാലത്തിൻ്റെ തുടർച്ചയിലും രൂപപ്പെട്ട പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമാണ് കേരളം ഇതുവരെ ചുമന്നു നടന്നിരുന്നത്. അതിനൊരു ധാർമ്മികതയുണ്ട്. ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാലും ആ ധാർമ്മികതയിൽ നിന്നുകൊണ്ടാണ് അവർ മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് തെറ്റിക്കുമ്പോഴാണ് അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ, അവർക്കെതിരെ ആരോപണങ്ങൾ, അവർക്കെതിരെ നിലപാടുകൾ. ഇവിടെ വ്യക്തമായ നിലപാടെടുത്തു കോൺഗ്രസ് എന്നുള്ളത്. കോൺഗ്രസിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ കുറേ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന സമീപനങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതും അഭിമാനാർഹമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അൻവർ ആര് ഇതെല്ലാം പറയാൻ? യഥാർത്ഥത്തിൽ അൻവറിൻ്റെ പിന്നാലെ പോവുകയും അൻവറിന് കീഴടങ്ങുകയും ചെയ്താൽ പിന്നീട് കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നത് കോൺഗ്രസ്സാണ്, അൻവർ അല്ല. പക്ഷേ അൻവർ പറയുന്നത് ഞാനാണ് നിങ്ങളുടെ തീരുമാനം എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് ഞാൻ പറയും, VS ജോയ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ നിരന്തരമായിട്ട് കോൺഗ്രസിനെ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ജനങ്ങളെ മുഴുവനും ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ഖുറാനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഖുറാനിൽ മരണം മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നും അല്ലെങ്കിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വാചകം കോട്ട് ചെയ്തിട്ട് അൻവർ പറയുന്നത് എന്നെ ഇവിടുത്തെ ജനങ്ങൾ കൈവിട്ടാൽ ഞാൻ തീർന്നു പോകും, എന്നെ ഒരിക്കലും നിങ്ങൾ കൈവിടരുത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ട്. അതൊക്കെ കൊള്ളാം, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ഒരു പ്രത്യേക പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാം, മറ്റു പാർട്ടികളെ വെല്ലുവിളിക്കാം. പക്ഷേ ഓരോ പാർട്ടിയുടെ നേതാക്കളെ അവരെ തീർത്തുകളയും എന്ന് പറയാൻ ഇവനാര്? അൻവർ ആരാണ്? ഇപ്പോൾ പിണറായിയെ തീർത്തുകളയും എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പിണറായിയോടുള്ള സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള എതിർപ്പ് കൊണ്ടാണ് അന്ന് ഇവനാര് എന്ന് ചോദ്യം ചോദിക്കാതിരുന്നത്. അത് ഇയാൾ എല്ലാവരുടെ പേരിലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുടർന്ന് ഇപ്പോൾ VD സതീശനെതിരെ, അതിക്കും ഭാര്യൻ ഷൗക്കത്തിനെതിരെയായിരുന്നു അദ്ദേഹം. അല്ല, ഷൗക്കത്തിനെതിരെ ഇപ്പോഴും പറയുന്നുണ്ട് മാഷേ. ഷൗക്കത്തിനെതിരെ പറയുന്നത് ഷൗക്കത്ത് ജയിക്കില്ല, പക്ഷെ സ്വരാജ് ജയിക്കുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. പിണറായി എതിർക്കുമ്പോഴും സ്വരാജ് ജയിക്കുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. പക്ഷേ പിന്നെ ഷൗക്കത്ത് ജയിക്കില്ല, അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഷൗക്കത്ത് ജയിക്കില്ല എന്നുള്ളത് വളരെ കൺഫേം ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ ഷൗക്കത്ത് ജയിച്ചില്ലേ പിന്നെ ആരാണ് ജയിക്കാന്ന്? പിന്നെ ജയിക്കുന്നത് സ്വരാജ് ജയിക്കും, അല്ലെങ്കിൽ അൻവർ ജയിക്കണം അല്ലേ? ഇനിയുണ്ടല്ലോ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി വരുന്നു. അപ്പം 4 സ്ഥാനാർത്ഥികൾ ഉള്ള ഒരു ശക്തമായിട്ട് തിരഞ്ഞെടുപ്പ് മാറി. അങ്ങനെ തിരഞ്ഞെടുപ്പ് മാറുന്നതിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ കണക്കാക്കേണ്ടി വരും. വരട്ടെ, 4 പേര് അല്ലെങ്കിൽ 5 പേര് 6 പേര്, ജനാധിപത്യ സംവിധാനമാണ്, ആർക്കും മത്സരിക്കാം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻവർ ഈ കേരളീയ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖത്ത് കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളവരെല്ലാം വളരെ മോശക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരയായി തീർന്നിരിക്കുന്ന VD സതീശനൊരു നിലപാടെടുത്തു. ആ നിലപാട് അയാൾക്ക് സ്വീകാര്യമല്ലാതായി തീർന്നു. അയാൾക്ക് സ്വീകാര്യമായ നിലപാടെടുക്കാനായിട്ട് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറാവും. അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഇയാൾ പറയാൻ പാടില്ല. അങ്ങനെ ഒരുത്തിനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് അവനെ ചുമക്കാനോ അല്ലെങ്കിൽ അവനെ സഹായിക്കാനോ തയ്യാറാകാൻ പാടില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. ശരി, ഓപ്പർച്യൂണിസ്റ്റുകൾ, അവസരവാദികൾ അവരിങ്ങനെ നിരന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ ഒറ്റയ്ക്ക് നേരത്തെ മത്സരിച്ചു അല്ലേ? വയനാട് ലോക്സഭാ നിയമമണ്ഡലത്തിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച്
നിലമ്പൂരിൽ നിന്ന് ഏതാണ്ട് 7000-നും 8000-നും ഇടക്ക് അന്ന് അയാൾ വോട്ട് സ്കോർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ വോട്ടിംഗ് സ്കോറാണ് യഥാർത്ഥത്തിൽ ഇയാളെ ഇടതുപക്ഷം ചൂണ്ടയിട്ട് പിടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നു. കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനൊപ്പം ഈ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ജയിക്കാം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ കാൽക്കുലേഷനായിരുന്നു. അത് ശരിയായിരുന്നു, ഇയാൾ ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇടതുപക്ഷത്തിൻ്റെ വലിയ പാണനായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ മഹത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഈ അടുത്ത ഇടവരെ ഇടതുപക്ഷം നമുക്കറിയാം, ഇവിടെ നവകേരള യാത്രയുടെ കാലഘട്ടത്തിലൊക്കെ എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം ഇടതുപക്ഷത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്നത്. ആ വാഴ്ത്തുകളൊക്കെ പെട്ടെന്ന് എപ്പോഴോ വീണുപോയി എന്നുള്ളതാണ് അല്ലേ. തനിക്ക് പിതൃതുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആ പിണറായി വിജയനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു മാഫിയ തലവനാണ് ഇയാൾ എന്ന് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ മറ്റാരും അങ്ങനെ വിളിക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്ന് ഇപ്പോൾ സതീശൻ, പ്രതിപക്ഷ നേതാവ് സതീശനെയും അയാൾ ചീത്ത വിളിക്കുന്നു. ആരെയും ചീത്ത വിളിക്കും. അവിടെ വേറൊരു പ്രശ്നം കൊണ്ടുണ്ട്. പക്ഷേ കറുത്ത തുണി വരെ ഇട്ട ആളിനെ പിടിച്ച് ജയിലിലിട്ട മുഖ്യമന്ത്രി അൻവർ മാഫിയ തലവനെന്ന് വിളിച്ചപ്പോൾ ഒരു വാക്ക് മിണ്ടിയിട്ടുമില്ല. ഇപ്പോഴും പിണറായി സത്തിനെതിരെ ഞാൻ ആഞ്ഞടിക്കുന്നു, പിണറായി സത്തിനെതിരെയാണ് എൻ്റെ ഈ നിലപാടുകൾ എന്നൊക്കെ പറയുമ്പോഴും പിന്നെ പിണറായി വിജയനോ CPM ഒരു അക്ഷരം മിണ്ടുന്നില്ല. അത് അൻവറിനെ വലിയ വില അവർ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അവർ ശബ്ദിക്കാത്തത്. ചിലപ്പോൾ വായാടികൾ സംസാരിച്ചോട്ടെ എന്ന് കരുതി വിട്ടിട്ടുണ്ടാവും. പക്ഷേ അൻവറിനെ ശരിപ്പെടുത്താനായിട്ട് CPM അടിത്തറയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല പണി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ പണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് സ്വരാജ് എന്ന് പറയുന്ന അവരുടെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനായിട്ട് തയ്യാറ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ അൻവർ എന്ന് പറഞ്ഞാൽ ചത്തു കിടക്കുകയായിരുന്നു. കാരണം അൻവറിൻ്റെ സഹായമില്ലാതെ UDF ജയിക്കാൻ കഴിയും എന്ന UDF ആത്മവിശ്വാസത്തിൻ്റെ മുന്നിൽ അൻവർ ശരിക്കു പറഞ്ഞാൽ പഴംതുണി പോലെ ഇങ്ങനെ പിടഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു ചെയ്ത്. പക്ഷേ ഇടതുപക്ഷം ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചപ്പോഴാണ് ഇയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഇയാൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ CPM എതിർക്കുന്നു എന്ന് പറയുന്നു, പിണറായി സത്തെ തകർക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് CPM അതുപോലെ പിണറായി സത്തെയും സഹായിക്കുന്ന തരത്തിലായി മാറിത്തരികയും ചെയ്യും. ഇതിനിടയിൽ ഒരു തമാശ നടന്നതെന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം രാത്രിയിൽ ഇയാളെ കാണാനായിട്ട് പോയി എന്നുള്ളതാണ്. ഇയാൾ എന്തിനെ കാണാൻ നടക്കണം? ഇയാൾക്കെതിരെ വാതിൽ കൊട്ടിയടക്കുകയും ഇയാളെ ഉപേക്ഷിക്കുകയും ചെയ്ത കോൺഗ്രസ് എന്തിനാണ് പിന്നെ വീണ്ടും പമ്മി ഇയാളുടെ പിന്നാലെ നടക്കുന്നത്? അതേതായാലും വളരെ മോശമായിപ്പോയി. അത് മോശമായിപ്പോയിന്ന് ഞാനോ അല്ലെങ്കിൽ ധന്യോ അല്ല പറയുന്നത്, സതീശനാണ് പറഞ്ഞത്. സതീശൻ പറഞ്ഞു ഈ ചെറുക്കൻ ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെ മോശമാണ്, അവനെ ശാസിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഒരു നിലപാടെടുത്തൊരു പാർട്ടി നിന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടിക്കകത്തുള്ള മുഴുവൻ ആളുകൾക്കും ചെയ്യാവുന്ന കാര്യം. CPM അങ്ങനെയാണ്. CPM ഒരു നിലപാട്, ആ നിലപാടിനെതിരെ ആരും സംസാരിക്കാതിരിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ചില സമയത്ത് നമ്മളത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. അത് പിണറായിയെ പേടിച്ചിട്ട് സംസാരിക്കാത്തതാണ്. പിണറായിയെ പേടിച്ചിട്ട് സംസാരിക്കാതിരിക്കൽ മാത്രമല്ല, CPM ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ അച്ചടക്കത്തിനനുസരിച്ച് പലപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വശമുണ്ട്. ഉൾപ്പാർട്ടി ചർച്ചകളാണ് യഥാർത്ഥത്തിൽ CPM അവർ വിമർശിക്കേണ്ടത്. ആ വിമർശനം അവർ വ്യക്തമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്നില്ല എന്നതാണ് അവർക്കെതിരെ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക തരത്തിൽ ഡെവലപ്പ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഒരു ഗെയിം ത്രില്ലർ പോലെ ആകുന്നില്ലേ ഇത് പറയുന്നത്? പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ മാധ്യമങ്ങൾക്കെല്ലാം അൻവറിനെ വേണം. കാരണം അൻവർ പറയുന്നത് ഇപ്പോൾ അന്തിച്ചർച്ചകളിലൊക്കെ വേണം, അവർക്ക് ചർച്ച ചെയ്യാൻ വേണം. എന്തായാലും ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ, തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അൻവറിനെ എല്ലാവർക്കും വേണം. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അൻവറിന് ഒരു പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ്. അൻവർ എങ്ങനെയാണ് പ്രസക്തനായി തീർന്നത്? പിണറായിയെ ചീത്ത വിളിച്ചുകൊണ്ടാണ്. പിണറായിയെ മാഫിയ തലവൻ എന്ന് വിളിക്കുകയും അജിത് കുമാർ എന്ന് പറയുന്നതായിട്ടുള്ള പോലീസ് ഓഫർ അഴിമതിക്കാരനാണെന്നും അയാൾ തിരുവനന്തപുരത്ത് കൊട്ടാരം പണിയുന്നതെന്നും അതിൻ്റെ കടലാസുകൾ കാണിച്ചു. അങ്ങനെയാണ് അൻവർ ശ്രദ്ധേയനായി തീർന്നത്. മാത്രമല്ല, പിണറായിക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കാനായിട്ട് ആരെങ്കിലും കേരളം കാത്തിരിക്കുന്ന സമയത്താണ് ഈ അൻവർ അങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കെല്ലാം വലിയ പ്രിയങ്കരനായി അദ്ദേഹം മാറിത്തീർന്നത്. പക്ഷേ അവർ വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുകയും അൻവർ തന്നെ സംസാരിച്ച് അൻവർ തന്നെ വീഴട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയും അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അൻവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വേണ്ടാത്തവനെ മാറിത്തീർന്നു എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം ഇതായിരുന്നു. പിണറായിയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, കറിവേപ്പില പോലെയായി അയാൾ ആർക്കും വേണ്ടാത്തവനായി മാറി
എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആക്കി തീർക്കാനായിരുന്നു CPM യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ CPMൻ്റെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? കോൺഗ്രസിൻ്റെ ദൗർബല്യം, കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് പറയുന്നതായിട്ടുള്ള ഭയം, അതിന് മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിനെതിരെ ഇയാൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതെ, അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തായാലും കാത്തിരുന്ന് കാണാം. അൻവർ ഇപ്പോൾ വെറും കറിവേപ്പിലയാണ്. ഇനി അത് ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് വിഷാംശം നിറഞ്ഞ കറിവേപ്പിലയായി മാറാനിരിക്കുന്നതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിലൊക്കെ തന്നെ അൻവർ പ്രസക്തമായി നിൽക്കും. കാരണം അദ്ദേഹത്തിന് കുറേ വോട്ട് പിടിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. SDPIയുടെ സഹായത്തോടുകൂടി തന്നെ കുറേ വോട്ടുകളൊക്കെ ഈ UDF നിന്ന് മാന്തിക്കൊണ്ടുപോയാൽ UDFന് വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.